എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബടി വെച്ച് നോക്കി പറഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ കണ്ടെത്തി തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ഈ മിക്ക വീടിലും മരണാനന്തര ചടങ്ങുകൾ നടക്കാറുണ്ട്. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടി തിലഹോമം അതുപോലെ തന്നെ പല രീതിയിലുള്ള വഴിപാടുകളും സൂക്തങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ഈ മരിച്ച ആടെ പേരിലാണോ ഇല്ലെങ്കിൽ മരിച്ച നക്ഷത്രത്തിലാണോ ജനിച്ച നക്ഷത്രത്തിലാണോ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ? ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് യുക്തി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പം ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഉത്രം നക്ഷത്രം, രാധാകൃഷ്ണൻ ഉത്രം നക്ഷത്രമാണ് രാധാകൃഷ്ണൻ്റെ നക്ഷത്രം. അപ്പോൾ ആ വ്യക്തി മരിച്ചത് രേവതി നക്ഷത്രത്തിലാണ്. ഉത്രം നക്ഷത്രം ജനിച്ച് മരിച്ചത് രേവതി നക്ഷത്രത്തിലാണ്. അപ്പോൾ ഒരു വർഷമാകുന്നപ്പം നമ്മൾ അമ്പലത്തിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം, തിലഹോമം ചെയ്യാം. അപ്പോൾ തിലഹോമം ചെയ്യുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള അതില്ലെങ്കിൽ ചാവൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നുണ്ട്, ജനിച്ച നക്ഷത്രമാണോ മരിച്ച നക്ഷത്രമാണോ? പക്ഷേ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി എപ്പോഴും കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അവരുടെ ജനിച്ച നക്ഷത്രത്തിലാണ് ചെയ്യേണ്ടത്, എങ്കിലാണ് അവർക്ക് കിട്ടുന്നത്. മരിച്ച നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം രാധാകൃഷ്ണൻ ഉത്തര നക്ഷത്രം എന്ന് പറഞ്ഞെങ്കിൽ രാധാകൃഷ്ണൻ രേവതി നക്ഷത്രത്തിൽ മരിച്ചതുകൊണ്ട് ജ്യോതിഷ വിധി പ്രകാരം ആ ഒരു നക്ഷത്രത്തിൻ്റെ ദോഷങ്ങളും, അതായത് ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന വ്യക്തികളാട്ടോ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്ന് നോക്കുന്നതാണ് മരിച്ച നക്ഷത്രം കൊണ്ട് നമ്മൾ നോക്കുന്നത്. ആ വ്യക്തിയുടെ പരിഹാര കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ജനിച്ച നക്ഷത്രത്തിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പം അവിടെ രസീത് ഇരിക്കുന്ന ഒരു പുള്ളിക്കാരൻ പറയുന്നത് കേട്ടതാണ്, അയ്യോ മരിച്ച നക്ഷത്രത്തിലേക്കാണ് വഴിപാട് ചെയ്യേണ്ടത്. അപ്പോൾ വന്ന പുള്ളി അത് തർക്കിച്ച്, പക്ഷേ ഈ രസീത് എഴുതാൻ വരുന്ന പുള്ളി അത് അംഗീകരിക്കുന്നുമില്ല. ലാസ്റ്റ് അവിടെ തർക്കമായി, കുറച്ച് പേര് അത് ഏറ്റുപിടിച്ച് കുറച്ച് പേര് ഇതായി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് അറിയാനുണ്ട്, ഭക്തജനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വീഡിയോയുടെ രൂപത്തിൽ ചെയ്ത, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നത് ജനിച്ച നക്ഷത്രം, അവരവരുടെ ജനിച്ച നക്ഷത്രത്തിൽ വീട്ടുപേര് വെച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 5 മക്കളുണ്ടെന്ന് ഇരിക്കട്ടെ. ഈ 5 മക്കളും വെവ്വേറെ ആയിരിക്കും താമസിക്കുന്നത്, അല്ലേ? അപ്പം ആ 5 മക്കൾക്കും വെവ്വേറെ താമസിക്കുന്ന സമയത്ത് ഈ 5 വീട്ടുപേരും ഉണ്ടാകും. അപ്പം ഏത് മക്കളാണോ ചെയ്യുന്നത് ആ വീടിന് പ്രതിദോഷം മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടുപേരും കൂടെ വെച്ച് ചെയ്യണം. ഇത് വീട്ടുപേര് കമ്മിറ്റിക്കാർ എഴുതുന്നത് സമ്മതിക്കത്തില്ല, അവർക്ക് കാരണം ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അതേസമയം ഇത് നമ്മൾ വീട്ടുപേരെ വെച്ച് കൊടുക്കുമ്പോൾ അവിടുത്തെ ഒരു തിരുമേനിക്ക് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. എൻ്റെ അപ്പൂപ്പൻ മരിച്ചു പോയപ്പോഴത്തേക്ക് എനിക്ക് അച്ഛൻ്റെ അനിയനുണ്ട്, 2 അപ്പച്ചിമാരും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പൂപ്പന് വേണ്ടി കർമ്മം ചെയ്യും, അതായത് തിലഹോമം ചെയ്യാറുണ്ട് വർഷത്തിൽ. അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ നാരായണ ഭട്ടതിരി, അതായത് നാരായണൻ രേവതി നക്ഷത്രം അമ്പാടി ഗൃഹം എന്ന് പറഞ്ഞ് സമർപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുപേര് ശരിക്കും പറഞ്ഞാൽ അമ്പാടി എന്നാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അമ്പാടി. അതേസമയം ഞങ്ങളുടെ അതായത് അച്ഛൻ്റെ അനിയൻ താമസിക്കുന്ന വീട്ടുകാർ അമ്മൂമ്മ, അതായത് അമ്മൂമ്മയുടെ പേര് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അമ്മിണി നിവാസ് എന്നാണ്. അപ്പോൾ ഞാൻ അമ്മിണി നിവാസ് ചെയ്താൽ അതിൻ്റെ ഐശ്വര്യം അവർക്കല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെയ്താണെങ്കിൽ ഞങ്ങളുടെ വീട്ടുപേര് വെച്ച് ചെയ്തെങ്കിലല്ലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നാരായണൻ രേവതി നക്ഷത്രം അമ്പാടി ഗൃഹം സമർപ്പണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്തതായിട്ടായി. ഇപ്പോൾ ഞങ്ങളുടെ ആ ഒരു വീടിലാണ് അതിൻ്റെ ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേസമയം അച്ഛൻ്റെ അനിയൻ പോയി ചെയ്യുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് നാരായണൻ രേവതി നക്ഷത്രം അമ്മിണി നിവാസം എന്ന് പറഞ്ഞ് വീട്ടുപേരും കൂടെ വെച്ച് ചെയ്യെങ്കിൽ അവരുടെ വീടിൻ്റെയും കൂടെ ആ ഒരു ദോഷം മാറത്തുള്ളൂ. അപ്പം മരിച്ച ആൾക്കാർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവർ അവരവരുടെ ജനിച്ച നക്ഷത്രത്തിൽ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ആണ്ട്, അതായത് വർഷത്തിലെ ആണ്ട് മരിച്ച നക്ഷത്രത്തിലല്ല എടുക്കേണ്ടത്, ഡേറ്റിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചത് ഏപ്രിൽ 1 അപ്പോൾ മരിച്ച നക്ഷത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രേവതിയാണ്. അപ്പോൾ ഏപ്രിൽ 1 കറക്റ്റായിട്ട് മരിച്ചത്. അപ്പോൾ രേവതി വരുന്നത് 7-ാം തീയതിയാണ്, ഇല്ലെങ്കിൽ രേവതി വരുന്നത് അതിന് തൊട്ടുള്ള മുമ്പാണ്. അപ്പോൾ വർഷം വന്നാലല്ലേ കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ നാൾ ഒരു മാസത്തിൽ 2 നാൾ വരാം.
അപ്പോൾ മരിച്ച ആൾക്കാരുടെ മരിച്ച ഡേറ്റിലാണ് നമ്മൾ അവർക്ക് വേണ്ടി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ മരിച്ച ആൾക്കാർക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള പരശുരാമ ക്ഷേത്രം, തിരുവല്ലത്ത്, അങ്ങനെ പുണ്യസംഗീത, രാമേശ്വരത്തൊക്കെ ഫസ്റ്റിലെ തന്നെ നമ്മൾ കർമ്മം ചെയ്യുക. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞ ആത്മാക്കളെ നമ്മൾ കൊണ്ടുവന്ന് ആവാഹനം ചെയ്ത് ഇരുത്തരുത്. അത് ഏറ്റവും വലിയൊരു ദോഷമാണ്. അതായത് അനാഥാലയത്തിൽ കൊണ്ടിരുത്തുന്നതിന് തുല്യമാണ് മരിച്ചുപോയ ആത്മാക്കളെ കൊണ്ടിരുത്തുന്നത്. ഏറ്റവും വലിയ പാവകർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മരിച്ചുപോയ ഒരാത്മാവിനെ നമ്മൾ ബന്ധിച്ചിരുത്താൻ പാടില്ല. അത് നാരായണനിലേക്ക് വിട്ട് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, അയ്യോ എൻ്റെ അപ്പൂപ്പനെ ചേലാമറ്റത്ത് കൊണ്ടിരുത്തി, എൻ്റെ അപ്പൂപ്പനെ അവിടെ കൊണ്ടിരുത്തി, അപ്പൂപ്പൻ എന്താ അത്ര ദിവസം അവിടെ ഇരിക്കുവാണ്. ഇതൊന്നും ബുദ്ധിയില്ല ആർക്കും. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ദോഷം നമുക്കുണ്ടാകും. ഇപ്പം ഞാൻ നിങ്ങളെ ഒരു മുറിക്കകത്തിട്ട് അടച്ചിട്ടേക്കുവാണ്. ആ മുറി തുറന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ പിടിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നെ എങ്ങനെയും തകർക്കാമെന്നതായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾക്ക് പൃഥുക്കളുടെ ദോഷം ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പം ഈ ആൾക്കാർ എന്ത് ചെയ്യും? അയ്യോ തിരുമേനി, എല്ലാ കർത്തവാവിൻ്റെ അന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഞങ്ങൾ ബലിയൊക്കെ ഇടുന്നതാണ്, പിന്നെ എങ്ങനെ പൃഥുക്കളുടെ ദോഷം വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ കബഡി ചില ജ്യോത്സ്യന്മാർ, ഇല്ല പൃഥുക്കളുടെ ദോഷമുണ്ട്, അത് ഞങ്ങൾ അവിടെ കൊണ്ട് ചേലാമറ്റത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്, 12 വർഷത്തേക്ക് ഇല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഞങ്ങൾ അവിടെ തിലഹോമത്തിന് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ ഒരു ആത്മാവിനെ ഇരുത്തരുത്. നമ്മൾ ചെയ്യേണ്ടത് ആത്മാക്കൾക്ക് കടലിൽ കൊണ്ട് മോക്ഷം കൊടുക്കുക, നാരായണനിലേക്ക് ആത്മാവിനെ ലയിപ്പിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആത്മാവിന് അടുത്ത ജന്മം ഉണ്ടാകത്തുള്ളൂ, ഈശ്വരിലേക്ക് ലയിക്കത്തുള്ളൂ. ആത്മാവ് ഈശ്വരിലേക്ക് ലയിക്കാതിരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം കോപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ആത്മാവിന് മോക്ഷം കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു ദോഷമാണ് നമുക്ക് അനുഭവിക്കുന്നത്. അല്ലാതെ മരിച്ചുപോയ അച്ഛനമ്മമാർക്ക് ഒരിക്കലും നമ്മളോട് ദ്രോഹം ചെയ്യത്തില്ല. മക്കളോട് ഏതെങ്കിലും അച്ഛനമ്മമാർ ദ്രോഹം ചെയ്യുക? ആ ആത്മാവിന് മോക്ഷം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു നെഗറ്റീവിൻ്റെ ആ ഒരു ദോഷമാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനുകൊണ്ട് ആത്മാക്കളെ കൊണ്ട് ഇരുത്താതിരിക്കുക, ആത്മാക്കളെ കൊണ്ട് മോക്ഷത്തിലേക്ക് വിടുക. ഒന്നെങ്കിൽ മരിച്ചു കഴിഞ്ഞ ആരെങ്കിലും ഫസ്റ്റ് കർമ്മം രാമേശ്വരത്തോ തിരുവല്ലത്തോ, അതല്ലെങ്കിൽ പൈസ മുടക്കി സ്വന്തമായിട്ടൊരു വീട്ടിൽ കർമ്മിയെ വെച്ച് അങ്ങനെ ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പാവപ്പെട്ട ആൾക്കാർക്ക് ഏതെങ്കിലും ഭക്ഷണം കൊടുക്കല, അത് ഉള്ള ആൾക്കാർക്ക് തന്നെ കുറേ അമ്പലത്തിൽ കുറേ ഫുഡ് വെച്ച് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ആ ഒരു മരിച്ച വർഷത്തിൽ ഒരു വസ്ത്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ഇല്ലെങ്കിൽ ഒന്ന് വിളിക്കുക. അപ്പോൾ മരിച്ചു പോയവരുടെ പേരിൽ ജനിച്ച നക്ഷത്രത്തിൽ തന്നെ വേണം കർമ്മങ്ങളും ചെയ്യാം. മരിച്ച നാളെടുക്കരുത്, മരിച്ച ഡേറ്റ് ആയെങ്കിൽ മാത്രമേ 1 വർഷമാകത്തുള്ളൂ. മരിച്ചു പോയ ആൾക്കാരെ പല അമ്പലങ്ങളിൽ ഇരുത്താതിരിക്കുക, അവരെ മോക്ഷത്തിലേക്ക് വിടുക. ഇത്രയും കാര്യങ്ങൾ ഭക്തജനങ്ങൾ ഓർത്ത് വെക്കുക. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റുകളോ ഇല്ലെങ്കിൽ ഫോം വിളിച്ച് ചോദിക്കുന്നതായിരിക്കും. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഞാൻ മറ്റൊരു വീഡിയോ വരാം.